ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പന്ന നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വീടുകളിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നതിനായി എങ്ങനെയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ഏകദേശ രൂപവും അതോടൊപ്പം തന്നെ അത് കൂടുതൽ രുചികരമാക്കുന്നതിനും കേടാകാതിരിക്കുന്നതിനുമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വദേശി ടിപ്സ് എന്ന വീഡിയോ പരമ്പരയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെല്ലാവരും വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ക്വാഷ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, സിറപ്പ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും രുചികരമായ സ്ക്വാഷുകൾ ഏതെല്ലാമാണെന്നും അവയുടെ മെഡിസിനൽ വാല്യൂ എന്തൊക്കെയാണെന്നും അത് കേടാകാതിരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ രുചികരമാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലെല്ലാം ഗസ്റ്റ് വരുന്ന സമയത്ത്, വിരുന്നുകാർ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ നാരങ്ങാവെള്ളം ഉണ്ടാക്കി കൊടുക്കും. നാരങ്ങാവെള്ളം രുചികരമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ഏതെങ്കിലും സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ നമ്മൾ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കും. അത്തരത്തിൽ നമ്മുടെ നാട്ടിലുണ്ടാക്കാൻ സാധിക്കുന്ന നാടൻ പഴങ്ങളിൽ നിന്നുണ്ടാക്കാൻ സാധിക്കുന്ന സ്ക്വാഷ് ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മളെല്ലാവർക്കും അറിയാം, പാഷൻ ഫ്രൂട്ട് വളരെ രുചികരമായ സ്ക്വാഷാണ്. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചക്കയുണ്ട്, മാങ്ങയുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നുണ്ടാക്കാവുന്ന സ്ക്വാഷുകൾ വളരെയേറെ മെഡിസിനൽ വാല്യൂ ഉള്ള നറുനീണ്ടിയിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന സ്ക്വാഷ്, പൈനാപ്പിൾ സ്ക്വാഷ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന പല വീടുകളും പൈനാപ്പിൾ ധാരാളമായിട്ടുള്ള വീടുകളുണ്ട്. അങ്ങനെയുള്ള പൈനാപ്പിൾ സ്ക്വാഷ് നമുക്ക് രുചികരമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഇഞ്ചിയിൽ നിന്ന്, നാരങ്ങയിൽ നിന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ലെമൺ ജിഞ്ചർ സ്ക്വാഷ്, അതാണ് ഏറ്റവും കൂടുതൽ രുചികരമായിട്ടുള്ള സ്ക്വാഷുകളിലൊന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സ്ക്വാഷ് ഉൽപ്പന്നങ്ങളും നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ വീട്ടിൽ മേടിച്ചു വെച്ച് വീട്ടിൽ വിരുന്നുകാരായിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത് എല്ലാ വീട്ടുകാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിലേറ്റവും കൂടുതൽ രുചികരമായിട്ടുള്ള സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും പാഷൻ ഫ്രൂട്ടാണ്. അതോടൊപ്പം തന്നെ രുചികരമായിട്ടുള്ള സ്ക്വാഷ് ഇഞ്ചി, നാരങ്ങ, ലെമൺ ജിഞ്ചർ സ്ക്വാഷാണ്. ഒരുപടി കൂടി കടന്ന് നമുക്ക് ഇപ്പോൾ ഹൈബ്രിഡ് ഞാവൽ കൃഷി ചെയ്യുന്ന കാലമാണ്. അമ്പഴങ്ങയിൽ നിന്ന് പോലും, നന്നായിട്ട് മൂത്ത് പഴുക്കാൻ തുടങ്ങുന്ന അമ്പഴങ്ങയിൽ നിന്ന് പോലും സ്ക്വാഷ് ഉണ്ടാക്കാം. ഇപ്പോൾ ഹൈബ്രിഡ് ഞാവൽപ്പഴം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതും വളരെ രുചികരമായിട്ടുള്ള, വളരെയേറെ മെഡിസിനൽ വാല്യൂ ഉള്ള സ്ക്വാഷാണ്. സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് സിന്തറ്റിക് ആയിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കാം. സിന്തറ്റിക് ആയിട്ടുള്ള സ്ക്വാഷ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുമില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെഡിസിനൽ വാല്യൂ ഉള്ള, നമ്മൾ മിക്കപ്പോഴും വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന പഴങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് രുചികരമായിട്ടുള്ള സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഊന്നൽ. സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ സാധാരണഗതിയിൽ ഒന്നുകിൽ സ്ക്വാഷ് എന്നുള്ള ആ ഒരു തിക്നെസ്സിൽ നിർത്തും, അതല്ല എങ്കിൽ സിറപ്പ് എന്നുള്ള തിക്നെസ്സിലേക്ക് കൊണ്ടുപോകും. രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിൽ ചേർത്തിരിക്കുന്ന മധുരത്തിൻ്റെ അളവ് കൂട്ടുന്നു, വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും ഡൈല്യൂട്ടിംഗ് റേഷ്യോ മൊത്തത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ലിറ്റർ പൾപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ
12 ലിറ്ററാണ് മൊത്തത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ സ്ക്വാഷും സിറപ്പും അല്ലാത്ത രീതിയിൽ തീരെ ഡൈല്യൂട്ടായിട്ട് തോന്നാതിരിക്കുന്നതിന് വേണ്ടി അതിന് തിക്നെസ് അല്പം കൂട്ടുകയും അതോടൊപ്പം തന്നെ വളരെ കട്ടി കൂടിപ്പോയി എന്ന് തോന്നാതിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ തിക്നെസ് അല്പം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു മീഡിയം റേഞ്ചിലുള്ള സ്ക്വാഷ് ഉണ്ടാക്കുന്ന ചേരുവയാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. സാധാരണ ഈ സ്ക്വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏത് പഴമാണോ ആ പഴത്തിൻ്റെ പൾപ്പാണ് എടുക്കേണ്ടത്. പൾപ്പ്, പഴത്തിൻ്റെ നീരും പൾപ്പും രണ്ടും രണ്ടാണ്. നീര് നമുക്ക് വെറുതെ പിഴിഞ്ഞെടുക്കുന്ന ജ്യൂസാണ്. പൾപ്പ് എന്ന് പറഞ്ഞ ആ ജ്യൂസും അതിൻ്റെ മാംസളമായ ഭാഗം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാധനമാണ്. അങ്ങനെ പൾപ്പെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനവും ഒന്ന് പൾപ്പറിൽ എടുക്കണം. അതല്ല എങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ആ രീതിയിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ 1 ലിറ്റർ പൾപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് കൂട്ടത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒന്ന് പഞ്ചസാരയാണ്, അല്ലെങ്കിൽ ശർക്കരയാണ് മധുരത്തിന് വേണ്ടി. രണ്ടാമത്തേത് വെള്ളമാണ്. അതിന് കണക്കിനുള്ള വെള്ളം എത്ര വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. മൂന്നാമത്തേത് നമ്മൾ ഏത് പഴങ്ങൾ ഉപയോഗിച്ച് സ്ക്വാഷ് ഉണ്ടാക്കുമ്പോഴും ആ സ്ക്വാഷിൻ്റെ രുചി വളരെ കൃത്യമാക്കണമെന്നുണ്ടെങ്കിൽ അതിനല്പം പുളിപ്പ് കൂടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പുളിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ സിട്രിക് ആസിഡാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. നാരങ്ങാനീര് ചേർത്താൽ ഇത് നാരങ്ങാനീരിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ് സിട്രിക് ആസിഡ്. നാരങ്ങാനീര് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ചൂടാകുന്ന സമയത്ത് ചവർപ്പിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സാധാരണ സ്ക്വാഷ് അല്ലെങ്കിൽ സിറപ്പ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനകത്തെല്ലാം നമ്മൾ കണക്കിന് പൊടിയിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്വാഷ് ഐറ്റത്തിലെ കൂടുതൽ രുചികരമാക്കുന്നതിന്, കൂടുതൽ കുടിക്കാൻ തോന്നത്തക്ക രീതിയിലേക്ക് ആക്കുന്നതിന് നമ്മൾ കണക്കിന് പുളി കൊടുക്കാറുണ്ട്. അത് കേടാകാതിരിക്കുന്നതിന് വേണ്ടി അല്പം രാസസംരക്ഷക വസ്തുക്കൾ അതോടൊപ്പം തന്നെ ചേർക്കാറുമുണ്ട് ആവശ്യമെങ്കിൽ. പക്ഷേ നമ്മുടെ വീടുകളുണ്ടാക്കി നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്ന സാധനമാണ് എങ്കിൽ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സാധനമാണ് എങ്കിൽ അവരത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അതിനനുവദനീയമായ ലിമിറ്റിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അളവിനെക്കുറിച്ചൊന്ന് പറയുന്നു. പൾപ്പ് 1 ലിറ്റർ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് 1/400 വെള്ളവും 1 ലിറ്റർ 400 ml വെള്ളവും 1/600 പഞ്ചസാരയും 1 കിലോ 600 ഗ്രാം പഞ്ചസാരയും 15 മുതൽ 20 വരെ ഗ്രാം സിട്രിക് ആസിഡും 2.5 ഗ്രാം പ്രിസർവേറ്റീവുമാണ് നമുക്ക് ചേർക്കാവുന്ന സാധനങ്ങൾ. ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു മീഡിയം റേഞ്ചിൽ മീഡിയം തിക്നെസ് കിട്ടുന്ന സ്ക്വാഷ് എന്നുള്ള നിലയിൽ പഞ്ചസാരയുടെ അളവ് അല്പം കൂടെ കൂട്ടുന്നു, വെള്ളത്തിൻ്റെ അളവ് അല്പം കൂടെ കുറയ്ക്കുന്നു. ഇപ്പോൾ 1 ലിറ്റർ പൾപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് 1/400 നിന്ന് നമ്മൾ 1.5 ലിറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. പഞ്ചസാരയുടെ അളവ് 1/600 നിന്ന് 2 കിലോയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ നമ്മൾ ആക്കുമ്പോൾ പ്രത്യക്ഷത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, സ്ക്വാഷിനുണ്ടാകുന്ന ഒരു മാറ്റം, അതിൻ്റെ തിക്നെസ് അല്പം കൂടെ കൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്ക്വാഷ് രണ്ട് ഘട്ടങ്ങളായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ഒന്ന് പഞ്ചസാര ലായനി ആദ്യം ഉണ്ടാക്കണം, പൾപ്പ് ഉണ്ടാക്കി വയ്ക്കണം. പഞ്ചസാര ലായനി പൂർണ്ണമായിട്ടും തണുത്തതിന് ശേഷം മാത്രമേ അതിലേക്ക് പൾപ്പ് ചേർക്കാവൂ. അങ്ങനെ ചേർത്തുണ്ടാക്കുന്ന സാധനമാണ് സ്ക്വാഷ്. അത് സിറപ്പാണ് എങ്കിൽ അതിൻ്റെ തിക്നെസ് വീണ്ടും കൂട്ടും. 2.5 കിലോ പഞ്ചസാര, 2 കിലോ എന്നുള്ളതിന് പകരം 2.5 കിലോ പഞ്ചസാരയിലേക്ക് കൊണ്ടുപോകും. വെള്ളത്തിൻ്റെ അളവ് 1.5 ലിറ്റർ 1/400 എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സ്ഥാനത്ത് അത് വെറും 500 ml കൊണ്ടുപോവുകയും ചെയ്യും. രണ്ടും തമ്മിലുള്ള തിക്നെസ്സിൽ കൂട്ടുന്നതിന് വേണ്ടി കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന വ്യത്യാസം അത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്വാഷ് ഉൽപ്പന്നങ്ങൾ അത് കേടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രിസർവേറ്റീവ് ചേർക്കുന്നു. പ്രിസർവേറ്റീവ് ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് ചേർക്കാൻ സാധിക്കുന്ന 2 പ്രിസർവേറ്റീവ്, ഒന്ന് സോഡിയം ബെൻസോയേറ്റ് ആണ്,
2 KMS ആണ്. ഈ 2 സാധനങ്ങളും നമുക്ക് അനുവദനീയമായ ലിമിറ്റിൽ 1 ലിറ്റർ പൾപ്പിലേക്ക് നമുക്ക് 2.5 ഗ്രാമാണ് നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കാവുന്ന. അത് ഏറ്റവും അവസാനം രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പൾപ്പും പഞ്ചസാര ലായനിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ പ്രിസർവേറ്റീവ് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ആ സാധനം നന്നായിട്ട് സത്യയോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് എങ്കിൽ അത് ഒരിക്കലും കേടാകില്ല. സാധാരണ ഇത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, സ്ക്വാഷ് ഉണ്ടാക്കി 2 ആഴ്ച കഴിയുമ്പോൾ കുപ്പി ഗ്യാസ് ഉണ്ടായി അത് കേടാകാൻ ആരംഭിക്കുന്നു. കുപ്പി ഇതിന് വെച്ചാൽ നേരെ ഇരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ കേടാകുന്നു എന്നുള്ള പ്രശ്നമാണ് എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമായ സുരക്ഷിതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യ്, നമ്മൾ എടുക്കുന്ന പാത്രം, നമ്മൾ എടുക്കുന്ന സ്പൂണ്, നമ്മുടെ പകർന്നു വയ്ക്കുന്ന കുപ്പികൾ, എങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അത് പൂർണ്ണമായിട്ടും സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും സ്റ്റെറിലൈസേഷൻ പോരായ്മ ഉണ്ടാകരുത്. സ്റ്റെറിലൈസേഷൻ പോരായ്മ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് അണുക്കൾ പ്രവേശിക്കും. അപ്പോൾ അണുക്കൾ പൂർണ്ണമായിട്ടും ആക്കിയ നന്നായിട്ടുണ്ടാക്കാൻ അറിയാവുന്ന നല്ല എക്സ്പെർട്ടൈസ് ഉള്ള അല്ലെങ്കിൽ നല്ല പ്രൊഫഷണലിസം ഉള്ള ഒരാൾ ഉണ്ടാക്കുന്ന സ്ക്വാഷ് അത് എത്ര നാൾ കഴിഞ്ഞാലും കേടാകാതിരിക്കും. യാതൊരു കേടും സംഭവിക്കുകയില്ല. സ്ക്വാഷൊക്കെ ഒരു 6 മാസമാണ് അതിൻ്റെ എക്സ്പയറി പീരീഡ് എന്ന് പറയുന്നത്. എക്സ്പയറി പീരീഡ് എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ കേടാകും എന്നല്ല. അത് കേടാകാതെ തന്നെ അറിയാവുന്ന ആൾ, പ്രൊഫഷണലിസം ഉള്ള ആളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ യാതൊരു കാരണവശാലും അത് കേടാകുന്ന ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ രുചി കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മൾ എക്സ്പയറി എന്നത് ഉദ്ദേശിക്കുന്നത്. കേടാകാതിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ രുചിയിൽ മാറ്റം വരാതിരിക്കുക. അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ സ്ക്വാഷ് ഉൽപ്പന്നങ്ങളുടെ എല്ലാ രുചി പുറകോട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പയറി നമ്മൾ 6 മാസം എന്ന് പറയുന്നത്. ഇനി ഇത്തരം സാധനങ്ങൾ മെഡിസിനൽ വാല്യൂവിനെ കുറിച്ച്, ഔഷധ ഗുണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നു. ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂള്ള സാധനങ്ങളിൽ ഒന്ന് പാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വളരെ കൂടി വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ കോവിഡ് കാലത്താണ് പാഷൻ ഫ്രൂട്ടിൻ്റെ മെഡിസിനൽ വാല്യൂ എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതൽ കൂട്ടാൻ പെട്ടെന്ന് സാധിക്കുന്ന സാധനങ്ങളിൽ ഒന്ന് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് വളരെ രുചികരമായ സ്ക്വാഷ് ഐറ്റവുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി നാരങ്ങ, ലെമൺ ജിഞ്ചർ സ്ക്വാഷ് പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ വളരെയേറെ രുചികരമായിട്ടുള്ള സ്ക്വാഷാണ് ഇഞ്ചി നാരങ്ങ അല്ലെങ്കിൽ ലെമൺ ജിഞ്ചർ സ്ക്വാഷ്. നറുനീണ്ടി സ്ക്വാഷ് അതേ രീതിയിൽ തന്നെ വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. രക്തശുദ്ധീകരണത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന സാധനമാണ് നറുനീണ്ടി. അപ്പോൾ നറുനീണ്ടി സ്ക്വാഷ് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ഇതെടുത്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുടിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് അല്പം നാരങ്ങാനീര് കൂടി ഒഴിക്കുന്നുവെങ്കിൽ മാത്രമാണ് അതിന് നല്ല രുചി ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നറുനീണ്ടി സ്ക്വാഷ് ഉപയോഗിക്കുന്നവർ സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്തല്ല നാരങ്ങാനീര് ചേർക്കുന്നത്. നമ്മൾ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കാനെടുക്കുന്ന സമയത്താണ് ഒരു കഷ്ണം നാരങ്ങാനീരിൻ്റെ നീര് നാരങ്ങയുടെ നീര് അതിനകത്തേക്ക് ഒഴിക്കേണ്ട ആവശ്യം വരുന്നത്. നമ്മുടെ വീട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പൈനാപ്പിളുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്. ഇത്തരം സ്ക്വാഷുകളെല്ലാം അതിൽ ധാരാളമായിട്ട് പോഷകാംശമുള്ളതാണ്, മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അത്തരം സ്ക്വാഷുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഹൈബ്രിഡ് ഞാവൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹൈബ്രിഡ് ഞാവൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഞാവൽ പഴുത്തു വരുന്ന സമയത്ത് ആ പഴം പറിച്ചെടുത്ത് സ്ക്വാഷ് ഉണ്ടാക്കിയാൽ അത് വളരെയേറെ മെഡിസിനൽ വാല്യൂ ഉള്ള സ്ക്വാഷാണ്. അതുപോലെ തന്നെ അതിൻ്റെ കളറ്, നാച്ചുറലായിട്ടുള്ള കളറ്, ആ കളർ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും. ഞാനിവിടെ സൂചിപ്പിച്ച സമയത്ത് പഞ്ചസാര ചേർക്കുന്ന അല്ലെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ച മധുരത്തിന് വേണ്ടി. പഞ്ചസാര നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ പേടിയുണ്ടാകുന്ന സാധനമാണ് പഞ്ചസാര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങളും ഉണ്ടാകും. എന്നാലും പഞ്ചസാര നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരു സാധനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സാധാരണ ഈ സ്ക്വാഷ് ഇനങ്ങളെല്ലാം പഞ്ചസാരയിലാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ പഞ്ചസാരയുടെ സ്ഥാനത്ത് നമ്മൾ ശർക്കര ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുണ്ടാക്കുന്ന സ്ക്വാഷിൻ്റെ സ്വാഭാവികമായ കളർ ഒന്ന് മങ്ങി അതൊരു ബ്രൗണിഷ് കളറിലേക്ക് പോകും. ആ കളറിൻ്റെ കാര്യത്തിലുള്ള പോരായ്മ ഒഴിച്ച് മറ്റ് യാതൊരു കാര്യങ്ങളിലും ശർക്കര ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അത് തികച്ചും സുരക്ഷിതവുമാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുള്ളത്, നമ്മുടെ ആൾക്കാർ വളരെ കൂടുതൽ ആൾക്കാർ പ്രമേഹ രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഒരു
പ്രത്യേകമായ സാഹചര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടിയാണ്. ആ ഭക്ഷണ രീതി അനുസരിച്ച് സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും ഒരു 40 വയസ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ആകുന്നു, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ BP ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. അപ്പം അങ്ങനെയുള്ള കാരണങ്ങളുള്ളത് കൊണ്ട് ഏകദേശം ഒരു പകുതിയോളം ആൾക്കാർ പ്രമേഹ രോഗികളാണ്. അപ്പോൾ പ്രമേഹ രോഗികളായ ആൾക്കാർ യാതൊരു കാരണവശാലും പഞ്ചസാരയോ ശർക്കരയോ ഉപയോഗിക്കാതിരിക്കുന്നതിനാണ് ഉത്തമം. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ട സ്ക്വാഷിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പ്രമേഹക്കാർക്ക് വേണ്ടി മാത്രം എന്ന് വെച്ചാൽ പ്രമേഹക്കാർ മാത്രം കുടിക്കണമെന്നല്ല, അല്ലാത്തവർക്കും രുചികരമായിട്ട് കുടിക്കാവുന്ന സ്ക്വാഷ് ഐറ്റങ്ങളാണ്. പഞ്ചസാരയ്ക്ക് പകരം അവിടെ ഉപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ കാന്താരി മുളകും ചേർത്ത് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതുപോലുള്ള വീഡിയോകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിവ് കിട്ടുന്നതിന് വേണ്ടി അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.